മട്ടന്നൂർ വെളിയമ്പ്ര പഴശ്ശി ഡാം മുതൽ ആരംഭിച്ച ഇറിഗേഷൻ വിഭാഗത്തിന്റെ റീസർവേയുമായി ബന്ധപ്പെട്ട നിരവധി വീടുകൾ ഉൾപ്പെടുന്നതിനാൽ വെളിയമ്പ്ര അലിവ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പഴശ്ശി മുതൽ ആരംഭിച്ച റീസർവേ നടപടിയിൽ 50ഓളം വീടുകൾ ഭാഗികമായും 5 വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെടുന്ന സ്ഥിതിയാണുള്ളത്. മാത്രമല്ല നിർമ്മാണം നടക്കുന്നതും മറ്റു കടമുറികൾ ഉൾപ്പെടുന്ന സ്ഥലങ്ങളും സർവേയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി നാട്ടുകാരുടെ കൂട്ടായ്മയിൽ വെളിയമ്പ്ര ബാഫയ്ക്ക് മെമ്മോറിയൽ LP സ്കൂളിൽ ജനകീയ കമ്മിറ്റി രൂപീകരിക്കും ഭാവി പരിപാടികൾ ചർച്ച ചെയ്യുകയും ചെയ്തു. പേരാവൂർ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അവരുടെ ഷോപ്പിന്റെ ഇങ്ങേ ഭാഗത്ത് ഷോപ്പിന് നടുക്കായിട്ട് വരത്തക്ക രൂപത്തിലാണ് കുറ്റിയടിച്ചത്. പിന്നെ അങ്ങേ ഭാഗത്ത് കുറ്റിയും കൂടെ കൂട്ടുകൂട്ടുമ്പോൾ ഷോപ്പിന്റെ നടുക്ക്. പിന്നെ കണ്ടത് മുസ്തഫയുടെ വീടിന്റെ ബാക്കിൽ കുറ്റിയടിക്കുന്നു. അതേപോലെ തന്നെ വശത്ത് കുറ്റിയടിച്ചു. ആ 2 കുറ്റി കൂട്ടി കൊടുക്കും. ആ പുതിയ നല്ല വീടിന്റെ ഒരു അധിക ഭാഗവും പോകുന്ന രൂപത്തിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഞാനിങ്ങ് വരുന്ന വഴിക്കും ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ വരുമ്പോൾ എന്താണ് എന്ന നിലയിൽ സർവേയുടെ 2-3 ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇറിഗേഷൻകാർ നിന്ന് അവർ കാണിച്ചു കൊടുത്തതാണെന്ന് പറഞ്ഞു, കാണിച്ചു തന്നതാണെന്ന് പറഞ്ഞു. നിങ്ങൾക്കൊന്ന് ഇങ്ങനെ തെറ്റായ രൂപത്തിൽ വരുമ്പോൾ അപ്പൊ തന്നെ. ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ K ശ്രീലത അധ്യക്ഷത വഹിച്ചു. PP ഉസ്മാൻ, ചന്ദ്രൻ തില്ലങ്കേരി, അൻസാരി തില്ലങ്കേരി, വിനോദ് കുമാർ, VM ഇബ്രാഹിം, P ബഷീർ, നജ്മുനിസ, KK അബ്ദുള്ള, PK അയൂബ്, ദാമോദരൻ എന്നിവർ സംസാരിച്ചു. PP ഷുക്കൂർ സ്വാഗതവും MK അബ്ദുൾ റഷീദ് നന്ദിയും പറഞ്ഞു. ജനകീയ സമിതി രക്ഷാധികാരികളായി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, K ശ്രീലത, അൻസാരി തില്ലങ്കേരി, വിനോദ് കുമാർ എന്നിവരെയും ചെയർമാൻ PP ഷുക്കൂറും കൺവീനർ MK അബ്ദുൾ റഷീദും ട്രഷററായി KK നിയാസിനെയും തെരഞ്ഞെടുത്തു. സമഗ്ര ന്യൂസ് മട്ടന്നൂർ.